നൊയമ്പ് പ്രാർത്ഥനയ്ക്കായും അനുതാപത്തിനായും നമ്മെ ഏറെ പ്രചോദിപ്പിക്കുന്ന നിമിഷങ്ങൾ. നാം എല്ലാവരും തന്നെ നൊയമ്പ് അനുഭവത്തിൻ്റെ ഭാഗമായിട്ടുള്ളവരാണ്. ഒരുപക്ഷെ കാലത്തിനോ ദിവസങ്ങൾക്കോ സമയത്തിനോ മാറ്റമുണ്ടായി എന്ന് വന്നേക്കാം. പക്ഷേ നാം എല്ലാവരും ഈ നൊയമ്പ് അനുഭവത്തിൻ്റെ ഭാഗമാണ്, ഒരു തരത്തിൽ അല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ. എന്നാൽ വാസ്തവത്തിൽ നൊയമ്പ് നമ്മുടെ ജീവിതത്തിൻ്റെ ഭാഗമായിട്ടുണ്ടോ? നമ്മുടെ ഹൃദയത്തിൻ്റെ ആഴങ്ങളിലേക്ക് ഒന്നിറങ്ങി ചിന്തിച്ച് നോക്കുക. ഈ നൊയമ്പ് എന്നത് നമ്മുടെ ജീവിതമായി ബന്ധപ്പെടുത്തി ഒന്ന് ചിന്തിച്ച് നോക്കുക. നമ്മുടെ ജീവിതം ഈ നൊയമ്പിലൂടെ ഒരു മാറ്റം കടന്നു വന്നിട്ടുണ്ടോ? എന്താണ് നൊയമ്പ്? തിരുവചനം നാം പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കുവാനായി സാധിക്കും, നൊയമ്പ് എന്നത് ഒരു അനുതാപത്തിൻ്റെ അല്ലെങ്കിൽ ജഡീക മനുഷ്യനിൽ നിന്ന് ആത്മീയ മനുഷ്യനിലേക്കുള്ള ഒരു മാറ്റത്തെയാണ് തിരുവചനത്തിൽ നിന്ന് നമുക്ക് കാണുവാനായി സാധിക്കുന്നത്. ഈ നൊയമ്പിൻ്റെ അനുഭവം നമുക്ക് സ്വന്തമാക്കുവാനായി സാധിച്ചിട്ടുണ്ടോ? നാം ജഡീക അനുഭവത്തിൽ നിന്ന് ഒരു ആത്മീയ അനുഭവത്തിലേക്ക് മാറ്റപ്പെട്ടിട്ടുണ്ടോ? ഇല്ല എങ്കിൽ നാം ഇതുവരെ അനുഭവിച്ച ഓരോ നൊയമ്പിൻ്റെ അനുഭവങ്ങളും വെറും ആചാരമായോ അല്ലെങ്കിൽ അനുഷ്ഠാനമായോ മാറ്റപ്പെട്ടു. എന്നാൽ നൊയമ്പ് നമ്മുടെ ഭാഗമായി തീരേണ്ടുന്നത് ആവശ്യമാണ്. തിരുവചനത്തിലേക്ക് നാം നമ്മുടെ ശ്രദ്ധയെ തിരിക്കുമ്പോൾ കൊലോസ്യർക്ക് എഴുതിയ ലേഖനത്തിൽ അതിൻ്റെ 3-ാം അധ്യായം 9-ാം വാക്യത്തിൽ അപ്പോസ്തലനായ പൗലോസ് ഇപ്രകാരം രേഖപ്പെടുത്തുന്നു: നമ്മുടെ ജഡീക മനുഷ്യനെ ഉരിഞ്ഞ് കളയണം എന്ന്. ജഡീക മനുഷ്യനെ ഒരു വസ്ത്രം മാറ്റുന്നത് പോലെ നമ്മുടെ ശരീരത്തിൽ നിന്ന് നാം മാറ്റിയെടുക്കുകയാണ്. അതാണ് യഥാർത്ഥമായ നൊയമ്പ് എന്നുള്ളത്. നാം വസ്ത്രം ജീർണിക്കുന്ന ആ സമയത്ത് മാറ്റി മറ്റു വസ്ത്രങ്ങൾ ധരിക്കാറുണ്ട്. ഇന്നത്തെ കാലത്ത് പല ലെയറുള്ള വസ്ത്രങ്ങളൊക്കെയും നാം ധരിക്കാറുണ്ട്. ഒരു ലെയർ മാറ്റിയാലും വീണ്ടും ഒരു ലെയർ അതിനകത്തുണ്ടാകും. എല്ലാം മാറ്റി പുതിയ ഒരു വസ്ത്രം ധരിക്കുമ്പോൾ മാത്രമാണ് ആ ജീർണതയ്ക്ക് മാറ്റമുണ്ടാകുന്നത്. അല്ല എങ്കിൽ അത് നമ്മുടെ ശരീരത്തിൽ നിന്നുള്ള ദുർഗന്ധം മറ്റുള്ളവരിലേക്ക് പകരുവാനായിട്ട് ഇടയായിത്തീരും. ജീർണിച്ച വസ്ത്രം നാം നമ്മുടെ ശരീരത്തിൽ നിന്ന് മാറ്റുന്നത് പോലെ നമ്മുടെ ജഡ സ്വഭാവത്തെ മാറ്റണം എന്ന് തിരുവചനം നമ്മെ പഠിപ്പിക്കുന്നു. നമുക്ക് ഈ നൊയമ്പിൻ്റെ നാളുകളിലൂടെ ഇത് സാധ്യമായി തീരണം. നമ്മുടെ ജഡ സ്വഭാവത്തെ പൂർണ്ണമായി ഉരിഞ്ഞു കളയുവാനായിട്ട് ഈ നൊയമ്പിൻ്റെ നാളുകളിലൂടെ സാധ്യമായി തീരട്ടെ. ക്രിസ്തു നമ്മുടെ ജഡീക മനുഷ്യനെ മാറ്റുവാൻ തക്കവണ്ണം സ്വയം ജഡ അവതാരം എടുത്തു നമ്മെ ആത്മീയതയിലേക്ക് കൊണ്ടുവരുവാനായി. അത് ഈ നൊയമ്പിൻ്റെ നാളുകളിലൂടെ നമ്മുടെ ജീവിതത്തിൽ യാഥാർത്ഥ്യമായി തീരട്ടെ. ഈ നാളുകൾ അതിന് ഉതകട്ടെ. ഒരു പൂർണ്ണ ആത്മീയ മനുഷ്യനായി നിത്യതയ്ക്ക് ഓഹരിക്കാരായി തീരുവാൻ ദൈവം തൻ്റെ പരിശുദ്ധാത്മാവിനാൽ നമ്മെ സഹായിക്കുമാറാകട്ടെ, ബലപ്പെടുത്തുമാറാകട്ടെ. ആമേൻ.